ജാതി കണക്കെടുപ്പിനെ കുറിച്ച് പറയാതെ കേന്ദ്രം സെൻസസ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അത് മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സർക്കാരിന്റെ ന്യായം നിലനിൽക്കില്ല. കാരണം വിജ്ഞാപനത്തിലുള്ള മിക്ക കാര്യങ്ങളും മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും ആ ഔദ്യോഗിക രേഖയിൽ ജാതി മാത്രം ഒഴിവാക്കി. ജാതി കണക്കെടുപ്പിനോട് തുടക്കം മുതൽ താല്പര്യമില്ലാതിരുന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിൽ നിന്ന് അത് ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായും സംശയം ഉടലെടുക്കും. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇത്തരം വിട്ടുപോകലുകളാകാം ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച കോളനിയിൽ 78 വർഷങ്ങൾക്ക് ശേഷവും പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റൊരു കോളനി സ്വതന്ത്രമാകാത്തതിന്റെ കാരണങ്ങളിലൊന്ന്. 2011 ഒടുവിലത്തെ സെൻസസ് നടത്തിയത്. 2021 നടത്തേണ്ടിയിരുന്നതും കോവിഡ് മൂലം മുടങ്ങിയതുമായ സെൻസസ് അടുത്ത വർഷം നടത്താനുള്ള വിജ്ഞാപനമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്. ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് മുതലായ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ 2026 ഒക്ടോബർ 1-നും മറ്റു ഭാഗങ്ങളിൽ 2027 മാർച്ച് 1-നും നടപടികൾ ആരംഭിക്കും. ഭവന സാഹചര്യങ്ങൾ, സ്വത്തുക്കൾ, മറ്റ് സൗകര്യങ്ങൾ എന്നീ വിവരങ്ങൾ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ശേഖരിക്കുമ്പോൾ വ്യക്തികളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വ്യക്തിഗത വിശദാംശങ്ങളാണ് ജനസംഖ്യാ കണക്കെടുപ്പിലൂടെ ശേഖരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനു ശേഷം 8ാമത്തെയും ഇന്ത്യയിൽ നടക്കുന്ന 16ാമത്തെയും സെൻസസ് ആണിത്. ഈ സെൻസസിൽ ജാതി ഉൾപ്പെടുത്താൻ BJP സർക്കാർ തീരുമാനിച്ചത് ഏറെ തർക്കങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒക്കെ ഒടുവിലാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും ഏതാനും വർഷങ്ങളായി ഇക്കാര്യം ആവശ്യപ്പെടുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കുകയും ചെയ്തു. ജാതി സെൻസസിനെ എതിർത്തിരുന്ന BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെയും ഇക്കൊല്ലം ഒടുവിൽ നടത്താനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിൽ അതിന് തയ്യാറായെങ്കിലും വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയില്ല. ഇത് നിരാശപ്പെടുത്തിയെന്ന് പറഞ്ഞ AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സർക്കാർ U-ടേൺ എടുക്കുകയാണോ എന്നും ചോദിച്ചു. കോൺഗ്രസ് പിന്നാക്ക ജാതികളെ വഞ്ചിച്ചിട്ടേ ഉള്ളൂവെന്നും ജനതാ പാർട്ടി സർക്കാർ വന്നതിനു ശേഷമാണ് മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചതെന്നും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് തിരിച്ചടിച്ചു. പക്ഷേ മണ്ഡൽ കമ്മീഷൻ ആയാലും ജാതി സെൻസസ് ആയാലും ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനുള്ളതാണ് എന്ന നിലപാടായിരുന്നു സംഘപരിവാർ പരമ്പരാഗതമായി കൈക്കൊണ്ടിരുന്നത്. ജാതി സെൻസസിന് വഴങ്ങിയ BJP അതിന്റെ കീർത്തി കോൺഗ്രസിന് കൊടുക്കാതിരിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവകാശപ്പെട്ടത് ഇത് മോദിയുടെ മഹത്തായ നീക്കമാണെന്നും ഇത്രകാലം ഭരിച്ചിട്ടും കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്നുമാണ്. പക്ഷേ 2011 സെൻസസിൽ UPA സർക്കാർ ജാതി ഉൾപ്പെടുത്തിയിരുന്നെന്നും അതിൽ തെറ്റുകളുണ്ടെന്ന കാരണം പറഞ്ഞ് പുറത്തുവിടാത്തത് മോദി സർക്കാരാണെന്നുമുള്ള കാര്യം അദ്ദേഹം മറച്ചുവെച്ചു. നികൃഷ്ടമായ ജാതി സമ്പ്രദായത്തെയും അതിലോട് ഉരുവപ്പെട്ട സവർണാധികാര ഘടനയെയും ഒഴിച്ചു നിർത്തിയാൽ രാജ്യത്തെ ദളിതരുടെയും ആദിവാസികളുടെയും പിന്നാക്കാവസ്ഥയ്ക്ക് മാറി മാറി വന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പങ്കുണ്ട്. കൂടുതൽ കാലം രാജ്യം ഭരിച്ച കോൺഗ്രസിനും ഒഴിയാനാകില്ല. പക്ഷെ 14 വർഷം മുൻപ് ജാതി സെൻസസിലൂടെ അവർ തിരുത്താൻ തയ്യാറായിരുന്നെങ്കിലും ഫലം പുറത്തു വന്നില്ല. ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനാണ് ജാതി സെൻസസ് എന്ന് ആക്ഷേപിച്ചിരുന്ന BJP ഇപ്പോൾ അതിന് തയ്യാറായിട്ടുള്ളത് പൂർണ്ണ മനസ്സോടെ അല്ല എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. തനിച്ചു ഭരിക്കാൻ ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും പാഠമായിട്ടുണ്ടാകണം. ഭരിക്കാൻ ഒപ്പം കൂട്ടിയ നിതീഷ് കുമാർ ബീഹാറിലെ ജാതി വോട്ടിന്റെ പ്രാധാന്യം അറിഞ്ഞ് സെൻസസിന് വേണ്ടി നിലകൊള്ളുക മാത്രമല്ല 2022 ജാതി സർവേ നടത്തുകയും ചെയ്ത ആളാണ്. മാത്രമല്ല സെൻസസിനോട് മുഖം തിരിച്ച് BJPക്ക് കോൺഗ്രസ് രാഷ്ട്രീയ ജനതാദൾ സഖ്യത്തെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാനുമാവില്ല. മറ്റൊരു കാരണം ഹിന്ദുത്വ വൈകാരികത പഴയതുപോലെ ഇനി ആശ്രയിക്കാനാകില്ല എന്നതാണ്. രാമക്ഷേത്രം പണിത അയോധ്യയിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുകയായിരുന്നു. അതുപോലെ ലോക സാമ്പത്തിക പട്ടികയിൽ മുന്നേറുകയാണെങ്കിലും ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം രാജ്യത്ത് BJP ഭരണത്തിൽ വർദ്ധിച്ചെന്ന യാഥാർത്ഥ്യവും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചർച്ച ചെയ്യപ്പെടും. അതിൽ ഏറ്റവും ദരിദ്രരായ ദളിതരെയും ആദിവാസികളെയും അവഗണിച്ച് ഏറെ നാൾ മുന്നോട്ട് പോകാനാവില്ല. ലോക ജനസംഖ്യയിൽ ഇന്ത്യ 1ാമതായതിനു ശേഷമുള്ള ഈ വമ്പൻ കണക്കെടുപ്പ് ലോകം കാത്തിരിക്കുന്നതാണ്. നമുക്കും തിരുത്താനുണ്ട്. ഈ രാജ്യത്തിന്റെ സ്വത്തും അധികാരവും അവകാശങ്ങളും ഒക്കെ ഏത് വിധമാണ് വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നറിയേണ്ടതുണ്ട്. അനീതികൾക്ക് പരിഹാരം ചെയ്യാൻ അതിന്റെ കൃത്യമായ കണക്ക് ആവശ്യമാണ്. നുണപ്രസംഗങ്ങൾക്കും വ്യാജ അവകാശവാദങ്ങൾക്കും അന്ത്യമാകണം. ജാതി സെൻസസ് നടത്തിയാൽ സംവരണമില്ലാത്തവരുടെ ഉള്ള അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുമെന്ന വാദവും സജീവമായിട്ടുണ്ട്. തീർച്ചയായും സവർണ വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ ആശങ്കയാകാം അത്. പക്ഷെ ഈ രാജ്യത്ത് സാമ്പത്തികമായും സാമൂഹികമായും തങ്ങളെക്കാൾ ഏറെ പിന്നിലുള്ളവരെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് അവരറിയുന്നില്ല. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് രാഷ്ട്രീയമാണ്. ഇന്നും ദളിതരെയും ആദിവാസികളെയും തൊട്ടുകൂടാത്തവരായി, ഒരേ കിണറ്റിൽ നിന്നോ പാത്രത്തിൽ നിന്നോ വെള്ളമെടുക്കാൻ അവകാശമില്ലാത്തവരായി, സവർണ ബാലനെ മകനെ എന്ന് വിളിക്കാൻ അവകാശമില്ലാത്തവരായി, ചില ക്ഷേത്രങ്ങളിലെങ്കിലും പ്രവേശനമില്ലാത്തവരായി, ഒന്നിച്ചിരിക്കാൻ യോഗ്യതയില്ലാത്തവരായി നിലനിർത്തിയ രാഷ്ട്രീയം. 10% സമ്പന്നരുടെ കയ്യിൽ ദേശീയ വരുമാനത്തിന്റെ 57% പിടിപ്പിച്ച രാഷ്ട്രീയം. അവരല്ലാതെ ആരും കണക്കിനെ അഥവാ സത്യത്തെ ഭയപ്പെടേണ്ടതില്ല. ഭയമില്ലെങ്കിൽ ജാതി സെൻസസ് നടത്തുമെന്ന തീരുമാനം മനസ്സിൽ ഒതുക്കിയാൽ പോരാ, വിജ്ഞാപനത്തിലും വേണം.